എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വിഷുപ്പായസമാണ്. വിഷു ദിനത്തില് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പായസം തയ്യാറാക്കി നോക്കണേ. വളരെ സിമ്പിൾ ആണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വിഷുപ്പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷു സ്പെഷ്യൽ പായസമാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അളവില് ചവരിയാണ്. ചവരി നമുക്ക് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കുതിർത്തിയെടുക്കണം. ഇനി നല്ലതുപോലെ കഴുകിയതിനു ശേഷം ഒന്ന് കുതിർത്താനായിട്ട് മാറ്റിവെക്കാം. ഈ ഒരു ചവരി ഒന്ന് കുതിർന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു നാളികേരം ഒന്ന് തിരുമ്മിയെടുക്കാം. അരമുറിയല്ല, ഒരു നാളികേരമാണ് കേട്ടോ. ഇനി നമുക്കിത് പിഴിഞ്ഞ് 2ാം പാലും 1ാം പാലും എടുത്തിട്ട് വരാം. ഇനിയിപ്പോ ചവരി കുതിർന്നു വരുന്ന സമയം കൊണ്ട് 400 ഗ്രാം ശർക്കര 2 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ശർക്കര ഒന്ന് ഉരുകി വരട്ടെ. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാവ് ഇവിടെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം കുതിർന്നു വന്നിട്ടുള്ള സാഗോ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സാഗോ നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ഒന്ന് ഊറ്റിയെടുക്കാം. ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പായസം തയ്യാറാക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായി വന്നാൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2-3 പീസ് നാളികേര കൊത്താണ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ചേർക്കാം. നാളികേര കൊത്ത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് മൂപ്പായി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് റൈസിൻസ് കൂടെ ചേർക്കാം. നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിത് നെയ്യിൽ നിന്നും കോരി മാറ്റാം. താളിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് നെയ്യിൽ നിന്നും കോരി മാറ്റാം. താളിപ്പൊക്കെ നമ്മൾ മുരിയിച്ച് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് നമ്മൾ വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ചവ്വരി പൊടിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. 2 മിനിറ്റ് നേരം ഒന്ന് ആ ഒരു പച്ച ചുവയൊക്കെ മാറാനായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ചവ്വരി 2 മിനിറ്റ് നേരം ഞാനിവിടെ വഴറ്റിയിട്ടുണ്ട്. ഇപ്പൊ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാല് 2 കപ്പ് അളവിലാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിലായതുകൊണ്ട് ചവ്വരി അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് 2ാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതുവരെയും ഫുൾ ഫ്ലെയിം തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഈ 2ാം പാലിൽ കിടന്ന് ചവരി ഒന്ന് കുറുകി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 400 ഗ്രാം ശർക്കരയാണ് 2 ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. 2 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ മധുരം ചേർക്കുവാണെങ്കിൽ ചവരി വേവാതെ പോകും. അതുകൊണ്ടാണ് നാളികേരപ്പാലൊക്കെ ഒന്ന് വറ്റിയ സമയത്ത് നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ചേർത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഈ സമയത്ത് പായസത്തിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ശർക്കരപ്പാനിയിൽ കിടന്ന് ഒന്നുകൂടെ ചവരി വീർപ്പായി കിട്ടണം. ചവരി വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാവ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒന്നുകൂടെ തിളച്ച് ശർക്കരയെല്ലാം ചവരിയിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടണം. ഇപ്പോൾ നമ്മുടെ പായസം നല്ലോണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പായസം ഒന്നും കൂടെ തിളച്ച് കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ചവരി നല്ലോണം വെന്തതിന് ശേഷമാണ് നമ്മൾ ശർക്കരപ്പാവ് ഒഴിച്ചിട്ടുള്ളത്. എങ്കിലും കുറച്ച് ചവരിയൊക്കെ ഇതുപോലെ ഒന്ന് തെളിഞ്ഞു നിൽക്കും. അപ്പോൾ ആ ഒരു ചവരിയിലേക്ക് ഒന്നും കൂടെ ശർക്കരപ്പാവ് പിടിച്ചു കിട്ടാനായിട്ട് ഒന്നും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചവരിയൊക്കെ നല്ലോണം തന്നെ ഒന്ന് വേവായി വന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു പായസത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് അല്പം വലിയ ചവരിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ തന്നെ നല്ല മുഴുപ്പായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പേ ആയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ പായസം കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് കുറുകി വരാനായിട്ട് സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട്
നമുക്കിതിലേക്ക് 2 കപ്പ് അളവിലാണ് 1-ാം പാല് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാലെടുക്കണം. അങ്ങനെ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുത്തിട്ടുള്ള ചവരി പായസം ഇവിടെ റെഡിയാണ്. ഇനി നല്ലൊരു സ്വാദിനായിട്ട് ഇതിലേക്ക് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ച പൊടിയാണ് കേട്ടോ. കുറച്ച് പഞ്ചസാരയിൽ പൊടിച്ച പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശം ചുക്കും ഏലക്കപ്പൊടി മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ അളവിലെ പഞ്ചസാര കൂടെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ആ ശർക്കരയുടെ ആ കുത്തൽ ടേസ്റ്റ് മാറി കിട്ടുന്നത്. ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള താളിപ്പ് കൂടെ ചേർക്കാം. അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിഷു പായസം ഇവിടെ റെഡിയാണ്. നമുക്ക് ഈ പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് മാക്സിമം ഒരു അരമണിക്കൂർ തന്നെ മതിയാകും കേട്ടോ. അരമണിക്കൂർ എന്ന് പറയുന്നത് ശർക്കരപ്പാനിയും അതുപോലെ തേങ്ങാപ്പാലൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുവാണെങ്കിൽ 10-15 മിനിറ്റിനുള്ളിൽ നല്ലൊരു കിടുക്കാച്ചി പായസം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വിഷു ദിനത്തിൽ തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ അധികം ഒന്നും സമയം നമുക്ക് ഈ പായസം തയ്യാറാക്കി എടുക്കാനും ആവശ്യമില്ല. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.